എല്ലാവർക്കും നമസ്കാരം. ഇത് കുട്ടികളുടെ സ്വന്തം കുട്ടി റേഡിയോ. വാഹനമേറി വീണ്ടും ഇങ്ങെത്തി, വാരിധിയിലിറങ്ങിയ കാര്യം ദൂരദർശന പെട്ടിയിൽ നാട്ടാർ ധീരത ഇതു കണ്ടതാം കാര്യം. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ സർവ്വതുമുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ സർവ്വതുമുണ്ട്, പുസ്തകങ്ങളിൽ വേറെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമേറും നൂറിലേറെ കഥകളുമുണ്ട്. പുസ്തകങ്ങളിൽ മറ്റിലെത്ര കഥകൾ നിറഞ്ഞിരിപ്പുണ്ട്, പുസ്തകങ്ങളിൽ വേറെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. ആദിവാഗ്നി ജലത്തിലാണെന്നോ ജീവബിന്ദു നുരഞ്ഞതാം കാര്യം, ചന്ദ്രനിലേറി റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം, മാനവ ജീവരഹസ്യങ്ങളൊക്കെ ഒരു നാളവൻ അറിയുമെന്നുള്ള കാര്യം. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ സർവ്വതുമുണ്ട്, പുസ്തകങ്ങളിൽ മർത്യസാര സർവസ്വം, പുസ്തകങ്ങളിൽ മർത്യസാര സർവസ്വം, പുസ്തകങ്ങളിൽ സർവ്വതുമുണ്ട്. എല്ലാവർക്കും കവിത ഇഷ്ടമായോ? ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഇതോ ഒരു കഥയുമായിരുന്നു ആയിഷ. ഈ വർഷം ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥയുമായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. 1960 ജൂലൈ 16 അന്ന് ബ്രസീലിൽ ഒരു ഉത്സവ ദിനമായി. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ
മൈൻഹാർഡ് സ്റ്റേഡിയത്തിൽ ബ്രസീലും ഉറുഗ്വേയും ഏറ്റുമുട്ടുന്നു. എഡ്സൺ എന്ന 9 വയസ്സുകാരന്റെ അച്ഛൻ ഡോൺ ടീമ ഒരു മുൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹവും കൂട്ടുകാരും റേഡിയോയിൽ ശ്വാസമടക്കി പിടിച്ച് കളിയുടെ കാണ്ടകയായിരുന്നു. എന്നാൽ ഉറുഗ്വേ 2-1 ബ്രസീലിനെ തോൽപ്പിച്ചു. അത് ബ്രസീലുകാർക്ക് സഹിക്കാവുന്നതിന് മുകളിലായിരുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയ എഡ്സൺ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഇടിച്ചുലയ്ക്കുന്നതാണ്. അച്ഛൻ റേഡിയോയ്ക്ക് സമീപമിരുന്ന് കൈകൾ കൊണ്ട് മുഖം മറിച്ച് പൊട്ടിക്കരയുന്നു. അച്ഛൻ കരയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എഡ്സൺ കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു. പതുക്കെ അവൻ അച്ഛന്റെ അടുത്ത് പോയി അച്ഛന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛ കരയില്ലേ, അച്ഛന് വേണ്ടി ഞാനൊരു ലോകത്തിലേക്ക്. അച്ഛൻ അവനെ ഒന്നു നോക്കി. 8 വർഷങ്ങൾക്ക് ശേഷം 1958 സ്വീഡനിൽ നടക്കുന്ന ലോകകപ്പിൽ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ 17 വയസ്സുള്ള ഒരു പയ്യൻ കളത്തിലെത്തി. ഫൈനലിൽ സ്വീഡനെതിരെ 2 ഗോൾ അടിച്ച് അവൻ ബ്രസീലിന് ചരിത്രത്തിലെ തന്നെ ആദ്യമായി ലോകകപ്പ് നേടിക്കൊടുത്തു. അതെ, 9 വയസ്സിൽ അവൻ അച്ഛന് കൊടുത്ത വാക്ക് 17 വയസ്സിൽ അവൻ പാലിച്ചു. എഡ്സൺ എന്ന ഈ ഇതിഹാസ താരം ലോകമെമ്പാടും അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്, പെലെ. നന്ദി, നമസ്കാരം. സ്കൂളിൽ പ്രവേശനോത്സവം തുടങ്ങി മറ്റു പ്രധാന കാര്യങ്ങൾ പറയുന്നതിനായി എല്ലാവർക്കും നമസ്കാരം. ജൂൺ 1 സ്കൂളിൽ വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം നടത്തി. ഉദ്ഘാടനം നമ്മുടെ വാർഡ് കൗൺസിലറായ ശ്രീമതി സന്ധ്യാറാണി മാഡം നിർവഹിച്ചു. മുഖ്യ അതിഥിയായി ശ്രീ മണികണ്ഠൻ തോന്നയ്ക്കലും എത്തി. ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറും ആശംസ അർപ്പിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവും കാർഷിക ക്ലബിന്റെയും എക്കോ ക്ലബിന്റെയും ഉദ്ഘാടനവും ശ്രീമതി സന്ധ്യാറാണി മാഡം നിർവഹിച്ചു. പോസ്റ്റർ രചനയും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അസംബ്ലിയിൽ ശുചിത്വ പ്രതിജ്ഞയും നടത്തിയിരുന്നു. ജൂൺ 16 കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ DDAT പദ്ധതിയുമായി ചേർന്ന് WIIT വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന സംഘടന ഡിജിറ്റൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സെഷൻ നടത്തി. ജൂൺ 12 വായനാ ദിനം വിദ്യാരംഗം ഉദ്ഘാടനം ഗായികയും മ്യൂസിക് ഡയറക്ടറുമായ ശ്രീമതി ലൗലി ജനാർദ്ദനൻ മാഡം നിർവഹിച്ചു. മാത്രമല്ല വായനാ ദിന ക്വിസ് മത്സരവും നടത്തിയിരുന്നു. നന്ദി, നമസ്കാരം. Good morning, everyone. Today, I would like to speak about the important of saying no to drugs. Children are the future of the next generation. To achieve our dreams and to lead a happy life, we must stay away from all kinds of drugs, alcohol, tobacco, and other harmful substances. People start using harmful substances out of curiosity or peer pressure, but even a small mistake can cause serious problems. Addiction affects the brain, weakens the body, and it makes even difficult to focus on studies or works. If anyone offers a harmful substance, we must strongly say no and inform a trusted adult. Let's join hands and create a drug-free society. Remember, your life is precious. Your future is bright. Say no to drugs and yes to a healthy life. Thank you. എല്ലാവർക്കും ജൂൺ 26 അന്താരാഷ്ട്ര ലോക ലഹരി വിരുദ്ധ ദിനമാണെന്ന് അറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് പറയാൻ എത്തുന്നു അർപ്പിത. എന്റെ പ്രിയ അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. 1987 ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങി. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് ലഹരി. ഈ വിപത്തിനെതിരെ സമൂഹത്തിന്
അവബോധം നൽകുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടു തുടങ്ങുകയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണല്ലേ. അനുദിനം വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ലോക പുരോഗതിയെ പോലും സാരമായി ബാധിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയുള്ള ലഹരി ഉപയോഗം മരണത്തിന് വരെ കാരണമാകുന്നു. കുട്ടികളിലെ ലഹരി ഉപയോഗം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി, മറ്റു ജീവിത പ്രശ്നങ്ങളോ കാരണമായേക്കാം. കേവലം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കളയേണ്ടതല്ല നമ്മുടെ ജീവിതം. കുടുംബത്തോടും കൂട്ടുകാർക്കുമൊപ്പം ദീർഘകാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ളതാണ് എന്ന് നമുക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് നമുക്കൊരു ദൃഢപ്രതിജ്ഞ എടുക്കാം. ജീവിതം എന്നത് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ കുട്ടറേഡിയോ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ അടുത്ത കുട്ടറേഡിയോയിൽ കാണാം. അതുവരെ കുട്ടറേഡിയോ കൂട്ടായി. ഇത് കുട്ടികളുടെ സ്വന്തം കുട്ടി റേഡിയോ.